കാർഷിക വിളകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടൊരു ദേവാലയം. പള്ളിക്കകം നിറയെ പഴങ്ങളും പച്ചക്കറികളും. വരാപ്പുഴ അതിരൂപതയിലെ വൈപ്പിൻ മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിലെ പരിശുദ്ധ കുർബാനയുടെ തിരുനാളും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും അങ്ങനെ ജനങ്ങൾക്ക് വേറിട്ടൊരനുഭവമായി. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള അലങ്കാരങ്ങളും ഇടവകക്കാരുടെ സജീവ പങ്കാളിത്തവും കൊണ്ട് ഈ വർഷത്തെ തിരുനാൾ നാടൊരിക്കലും മറക്കില്ല. ഇടവകയിലെ 16 കുടുംബ യൂണിറ്റുകളുടെയും പൂർണ്ണമായ സഹകരണത്തോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾ ക്രമീകരിച്ചത്. പ്രദക്ഷിണ വീതി മനോഹരമാക്കുന്നതിനായി ഓരോ യൂണിറ്റുകൾക്കും പ്രത്യേക ഭാഗങ്ങൾ മുൻകൂട്ടി തിരിച്ചു നൽകിയിരുന്നു. മത്സരബുദ്ധിയോടെയല്ല, പ്രാർത്ഥനാപൂർവമായ സമർപ്പണത്തോടെയാണ് ഓരോ യൂണിറ്റും തങ്ങൾക്ക് ലഭിച്ച ഭാഗങ്ങൾ അലങ്കരിക്കാൻ മുന്നിട്ടിറങ്ങിയത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വിളവെടുപ്പ് മഹോത്സവത്തെ ഓർമ്മിപ്പിക്കും വിധം വൈവിധ്യമാർന്ന പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ചാണ് പ്രദക്ഷിണ വഴികൾ മനോഹരമാക്കിയത്. ഇത് കേവലം ഒരു അലങ്കാരത്തിനപ്പുറം ഇടവകയിലെ വലിയൊരു കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും ഉത്തമ സാക്ഷ്യമായി മാറിയതും അതുകൊണ്ടാവണം. ഇടവക വികാരി ഫാദർ മൈക്കിൾ ഡിക്രൂസിന്റെ ശക്തമായ നേതൃത്വവും മാർഗനിർദ്ദേശവും തിരുനാൾ വിജയത്തിന് പ്രധാന പങ്കുവഹിച്ചു. വലിയൊരു ആത്മീയ ഉണർവാണ് ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം മാനാട്ടുപറമ്പ് ഇടവകയ്ക്ക് സമ്മാനിച്ചത്. ഒരു ഇടവക സമൂഹത്തിന് ഒരേ മനസ്സോടെ ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അതെത്രത്തോളം ആത്മീയ അനുഭവം സമ്മാനിക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ തിരുനാൾ ആഘോഷങ്ങൾ.